ജില്ലയിലെ വൈദ്യുതി വിതരണം മേഖലയിലെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് മലപ്പുറം പാക്കേജ് എന്ന പേരിൽ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തിരൂർ വെങ്ങാലൂരിൽ KSEB സ്ഥാപിക്കുന്ന 220 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതിയുടെ ഉപയോഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചി പവർ ഹൈവേയുടെ പ്രവർത്തനത്തിന് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുകയും ഇന്നത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2032 പൂർത്തിയാകുന്ന രീതിയിൽ ദീർഘകാല പദ്ധതിയാണ് മലപ്പുറം പാക്കേജിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാക്കേജ് പൂർത്തിയാകുന്നതോടെ ജില്ല നേരിടുന്ന വോൾട്ടേജ് ക്ഷാമം, അടിക്കലുള്ള വൈദ്യുതി തടസ്സങ്ങൾ എന്നിവയ്ക്ക് ശാശ്വതമായ പരിഹാരമാകും. ജില്ലയിലെ വ്യവസായ പുരോഗതിയിൽ ലക്ഷ്യമാക്കിയാണ് പാക്കേജ് നടപ്പിലാക്കുന്നത്. പാക്കേജിലെ വിവിധ പദ്ധതികൾ മുൻഗണനാ ക്രമത്തിൽ ഏറ്റെടുത്ത് 2032 പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുത മേഖലയിലെ പല പദ്ധതികളും ചെറിയ എതിർപ്പുകളും മറ്റും മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ പിന്തുണ ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെറിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ 110 kV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ചടങ്ങിൽ കുർക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, പാലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, KSEB ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഡയറക്ടർ സജി പൗലോസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് K ഹംസ, പീമ്പുറത്ത് ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി, ലത്തീഫ് കൊളക്കാരൻ, പ്രേംനാഥ് KV, അലവി VP, മുഹമ്മദ് കാസിം, മനോജ് പാറശ്ശേരി എന്നിവർ സംസാരിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.